പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് നോക്കാം. ഒരു 2 എക്സാമ്പിൾ എടുത്തിട്ട് ഇപ്പോൾ 25 സിമ്പിളായിട്ട് 25 നമ്മളിപ്പോൾ എങ്ങനെയാണ് പഠിച്ചേ? എന്തൊക്കെയുണ്ട് അതിൽ? 5 വെച്ചല്ലേ ഏറ്റവും ചെറിയ നമ്പർ. 2 വെച്ച് ഡിവിസിബിൾ ആവോ? ഇല്ല. 3 വെച്ച് പോകുമോ? ഇല്ല. 5 വെച്ച് ഡയറക്റ്റ്ലി പോകും. അപ്പോൾ 5 വെച്ച് കട്ട് ചെയ്തു, ബാക്കി വരുന്ന ഏതാ? 5. സോ 25 ക്യാൻ ബി റിട്ടൺ ആസ് 5 times 5 or 5 square അല്ലേ? വേറൊരു എക്സാമ്പിൾ ഏതാ? ഒരു 54 എടുക്കാം. 54 ഈവൻ നമ്പർ ആണ്. സോ ആബ്സല്യൂട്ട്ലി 2 വെച്ച് ഡിവിസിബിൾ ആവും. 2 വെച്ച് പോയാൽ ബാക്കി വരുന്ന ഏതാ? 2 times 2 പിന്നെ 14 വരും അല്ലേ? 2 times 2 പിന്നെ 14 വരും. 14 വരുമ്പോൾ 14 എത്ര ടൈംസാ 2 ആയിട്ട് പോകുന്നത്? 7 ടൈംസ് പോകും അല്ലേ? ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി ചെയ്താൽ മതി. 54നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 times 2 will be 4, ബാക്കി 1 വരും, പിന്നെ 14 വരും. 14 പിന്നെ 2 times 7 ആണ് 14, റിമൈൻഡർ 0 കിട്ടി. സോ ക്വോഷ്യൻ 27 തന്നെ. മനസ്സിലായില്ലേ? ഡിവൈഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ. അപ്പോൾ 54 പിന്നെ 27 പിന്നെ ഏത് പോവും? 2 വെച്ച് എന്തായാലും പോവില്ല, കാരണം ഓഡ് നമ്പർ ആണ്. 3 വെച്ച് പോകുമല്ലോ. 3 വെച്ച് പോകുമെങ്കിൽ നമുക്ക് എഴുതാം 3 എത്ര ടൈമാണ് പോകുന്നത്? 9 ടൈംസ്. 9 into 3 are 27. അപ്പോൾ പിന്നെ 9 നമുക്ക് ഏത് വെച്ചാണ് പോകുന്നത്? 3 വെച്ച് പോകും. സോ അവസാനം ഒരു പ്രൈം നമ്പർ കിട്ടി. നമുക്ക് 1 വരുന്ന വരെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, 1 വരുമ്പോൾ നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡൗട്ട്, അങ്ങനെ ഒരു ഡൗട്ട് വരത്തില്ല. ഏതുവരെ പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമുക്ക് 1 കിട്ടുന്നവരെ തന്നെ ചെയ്തു പോകാം. അപ്പോൾ ഇവിടെ എന്താ 1 കിട്ടുന്നവരെ ചെയ്തു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏതാ നമ്മൾ നമ്പർ എടുത്ത? 54. 54 എത്ര വരുന്നത്? 2 into 3 into 3 into 3, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? 2 into 3 എത്ര തവണ ഉണ്ട്? 1 2 3. 2 multiplied by 3 square. 3 cube. Yeah, 3 cube. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് നിങ്ങൾ നമ്പേഴ്സ് എഴുതി വെക്കുന്നത്. ഓരോ നമ്പറിനെയും ഇങ്ങനെ യുണീക്ക് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. 25നെ ഈ ഒരു രീതിയിൽ മാത്രമായിരിക്കും, 5 സ്ക്വയർ എന്ന രീതിയിൽ മാത്രമായിരിക്കും പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നത്. അതേപോലെ തന്നെ 54നെ 2 into 3 ക്യൂബ് എന്ന ഒറ്റ വാല്യൂവിൽ മാത്രമായിരിക്കും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വേറൊരു നമ്പറും കൂടെ നോക്കാം. 82. ഓക്കെ, 82 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 2 വെച്ച് ഈസി ആയിട്ട് ഈവൻ നമ്പർ 41 അല്ലേ? 41 ആണ്. 41നെ പിന്നെ നമ്മൾ ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 41 ഒരു പ്രൈം നമ്പറാണ്. നേരത്തെ നിങ്ങളിപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ, എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ പടം വരച്ച രീതിയില്ലേ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. 41 എന്ന നമ്പർ ഒരു പ്രൈം നമ്പറാണ്. സോ ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 82 ഈക്വൽസ് 2 into 41. കുറച്ച് വലിയ നമ്പർ ആണെങ്കിലും പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് തന്നെയാണ്. നിങ്ങൾ വലിയ വലിയ നമ്പേഴ്സ്, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പല എക്സാമ്പിൾസും ഉണ്ട്. 4 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ, 4 ഡിജിറ്റ് പ്രൈം നമ്പേഴ്സ് വരെ പ്രോഡക്റ്റ് ആയിട്ട് അങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ ആ ഒരു ഐഡിയ ഒക്കെ വേണം, ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. അത് നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാംസിനൊക്കെ വരുമ്പോൾ ഒരു മാക്സിമം പോയ ഒരു 4 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ വരെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വലിയ നമ്പേഴ്സ് വെച്ച്, കട്ടിയുള്ള നമ്പേഴ്സ് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അത് ഇനി വരുന്ന നമുക്ക് പ്രോബ്ലം സോൾവിങ് ക്ലാസ്സസിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് നല്ല കുറച്ച് പയ്യെ ഇങ്ങനെ കയറി ഈസി ക്വസ്റ്റ്യൻസ് ചെയ്ത് കയറി കടുകട്ടി സ്റ്റെപ്സ് ഒക്കെ നമുക്ക് ചുമ്മാ സിമ്പിളായിട്ട് ഏത് രാത്രി വിളിച്ച് ഉണർത്തിയാലും പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് പഠിച്ച് പച്ച ഉള്ളതൊക്കെ. ഓക്കെ അല്ലേ? അപ്പോൾ 82 വരെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്തിലോട്ട് കിടക്കാം നമുക്ക്? ഇത് എന്താ ഇതിൻ്റെ യൂസ്? ഇപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ പഠിച്ചു, ഓരോ നമ്പേഴ്സിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഈ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി. ഇത് വെച്ചുള്ള ആപ്ലിക്കേഷൻ എന്താണ് നമുക്കിത് യൂസ്? ഇത് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയിലും എന്താ പഠിച്ചത്? HCF കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇത് വെച്ചിട്ടും HCF, പിന്നെ LCM, പിന്നെ അല്ലാതെ ഡിവിസിബിലിറ്റിയിലെ ഓരോ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഓരോ ആവശ്യകതയ്ക്കും നമുക്ക് ഈ ഒരു തിയറം, ഈ ഒരു
നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, LCMഉം HCFും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. സോ നമുക്ക് അതൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ 84 എന്നൊരു നമ്പർ എടുക്കാം. ഓക്കെ, 84 എന്നൊരു നമ്പർ, അതിപ്പോൾ പ്രൈം ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ 42 എന്ന് വന്നു. ഇനി അതിനുശേഷം 42ഉം ഇപ്പോൾ പ്രൈം നമ്പർ അല്ല, ഈവൻ നമ്പറാണ്. സോ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 21. 21നെ നമുക്ക് 7 വെച്ചും പോവും, പക്ഷേ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഏതാ? 3. ലീസ്റ്റ് നമ്പറാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ 7 കിട്ടി. 7 ഒരു പ്രൈം ആണ്. സോ നമുക്ക് കിട്ടും 84 ഈക്വൽസ് ടു 2 ഇൻറ്റു 3 ഇൻറ്റു 7. ഇനി മക്കളെ നിങ്ങൾ പറയേണ്ടത് 42ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്തൊക്കെയായിരിക്കും? 42 ഞാൻ എന്താ ഇവിടെ എഴുതി. ഇവിടെ 84 പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തത് 42ൻ്റെ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ അത് മാത്രം ജസ്റ്റ് അങ്ങ് എഴുതാം. 84നെ മറച്ചു വെച്ചിട്ടുണ്ട്. 42 ഈക്വൽസ് 2 ഇൻറ്റു 3 ഇൻറ്റു 7 അല്ലേ? ഇനി 21ൻ്റെ ആണെങ്കിലോ? 21ൻ്റെ ആണെങ്കിൽ എങ്ങനെ വരും? 42ഉം പോയി, 84 മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 21ൻ്റെ 3 ഇൻറ്റു 7. പിന്നെ 7ൻ്റെ ആണെങ്കിലോ? 7ൻ്റെ ആണെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒരു പ്രൈം നമ്പർ തന്നെയാണ്. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇതിങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഓരോ നമ്പറിനും യുണീക്ക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? അത് എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം ഇപ്പോൾ ഇതിൽ 84നെ 2 times 2 into 2 multiplied by 2 multiplied by 3 multiplied by 7 എന്ന് എഴുതിയിരിക്കുന്നത് 2 multiplied by ഈ സംഭവം എവിടെയുള്ള 2 3 7 42 2 multiplied by 42 എന്ന സംഭവം തന്നെയാണ്. പിന്നെ 42ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ 3 multiplied by 7 ആണ് 21 ആയിട്ട് കിടക്കുന്നത്. സോ ഇതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 multiplied by 21 ആയിട്ട് ഇവിടെ കിടക്കുന്നത്. 21ൻ്റെയും യുണീക്ക് പ്രൈം റെപ്രസെൻറ്റേഷൻ ആണ് ഇത്. സോ ഈ 21നെ നമുക്ക് 3 multiplied by 7 എന്ന് മാത്രമാണ് എഴുതാൻ പറ്റുന്നുവെങ്കിൽ 42ലും 2 multiplied by 21 എന്ന് വരുമ്പോൾ 3 into 7 എന്ന് മാത്രമായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് ആദ്യമേ കിട്ടി അല്ലേ? നമ്മൾ 42ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോഴേ അതിൻ്റെ തൊട്ടടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി 21 3 into 7 തന്നെയാണെന്ന്. സോ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇപ്പോൾ യുണീക്ക് നമ്പേഴ്സ് എന്ന് തന്നെ പറഞ്ഞു തന്നത്. കാരണം 84നെ 2 times 42 എന്ന് പറയുകയാണെങ്കിൽ 42ന് വേറെ എന്തെങ്കിലും ഒരു റെപ്രസെൻറ്റേഷൻ ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ നമുക്കിത് നമ്പേഴ്സ് മാറി വന്നേനെ. പക്ഷേ 42നും നമുക്ക് അതേ സ്റ്റെപ്പിൽ നിന്ന് തന്നെ മനസ്സിലായി 2 multiplied by 3 multiplied by 7 എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് അങ്ങനെ ഒരു പ്രൂഫായിട്ട് തന്നെ പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ HCFും LCMും കണ്ടുപിടിക്കുക എന്നുള്ള ആ ഒരു പ്രയത്നത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ HCFും LCMും കണ്ടുപിടിക്കാനായിട്ട് നമുക്കിപ്പോൾ എന്ത് നമ്പേഴ്സ് എടുക്കാം? ഓക്കെ, ഒരു ടേക്ക് 25, പിന്നെ ഒരു 36 എന്ന് കൊടുക്കാം. 25ഉം 36. ഇത് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്? ഇത് ആക്ച്വലി നിങ്ങൾക്ക് മുന്നേ അറിയാമെന്നുള്ളൊരു സംഭവം തന്നെയാണ്. കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആക്കി ആ ഒരു പെർസ്പെക്റ്റീവ്, നിങ്ങൾ ആ ഒരു വ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആണോ എന്ന് ആക്കുക എന്നുള്ളൊരു ജോബ് മാത്രമേ എനിക്കുള്ളൂ. അത് ഞാനിപ്പോൾ കൃത്യമായിട്ട് ചെയ്യാമെന്ന് നോക്കിക്കേ. 25 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 5 times 5 അല്ലേ? 36 ആണെങ്കിലോ 36ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 2 times പോയാൽ 18 വരും അല്ലേ? 18 വരും. 18നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 multiplied by 18 എങ്ങനെയാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുന്നത്? 36 നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? 2 ക്ലിയർ ആക്കി തന്നെ പോകാം. 16 വരുമ്പോൾ 18 നമുക്ക് 2 വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. 2 വെച്ച് ചെയ്യുമ്പോൾ 9, 3 വെച്ച് ചെയ്യുമ്പോൾ 3, പിന്നെ 1. സോ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? 2 multiplied by 2 multiplied by 3 multiplied by 3 അല്ലേ?
അപ്പോൾ ഇതാണ് 25ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ, 36ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇനി നമ്മൾ എങ്ങനെയാണ് പണ്ട് HCF എടുത്തുകൊണ്ടിരുന്നത്? HCF എന്ന് പറയുന്നത് ഓരോ നമ്പറിലും കോമൺ ആയിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും നമ്പേഴ്സ് കോമൺ ആയിട്ടുണ്ടോ? ഇതിൽ ഏതെങ്കിലും നമ്പേഴ്സ് കോമൺ ആയിട്ടുണ്ടോ പ്രൈം നമ്പേഴ്സ്? ഇല്ല. ഇതിൽ 5ഉം ഇതിൽ 2ഉം 3ഉം ആണ് കിടക്കുന്നത്. സോ HCF എന്ന് പറയുന്നത് ഒരു നമ്പർ കോമൺ അല്ലെങ്കിൽ നമ്മൾ 1 ആയിട്ട് എടുക്കും അല്ലേ. പകരം ഇപ്പോൾ ഇവിടെ 25ന് പകരം 50 ആണ് വന്നിരുന്നെങ്കിലോ? 50 ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഒരു മൾട്ടിപ്ലൈഡ് ബൈ 2ഉം കൂടെ കിടക്കുമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പറയാം കോമൺ നമ്പർ ഇവിടെ 2 ഉണ്ട്, സോ HCF 2 ആണെന്ന്. പക്ഷേ ഇപ്പോൾ നമ്മൾ 25 വെച്ചാൽ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞു പോവാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിൻ്റെ കാര്യം എഴുതിയത്. സോ HCF നമുക്ക് കിട്ടി അല്ലേ. HCF കിട്ടി. ഇനി നമുക്ക് ഏതാ വേണ്ടേ? LCM വേണം അല്ലേ. LCM എങ്ങനെയാണ് എഴുതുന്നത്? രണ്ടിലുമുള്ള എല്ലാ നമ്പേഴ്സിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് പവർ എന്താ ഓരോന്ന് വെച്ച് എഴുതും. ഇപ്പോൾ ഇവിടെ 5 കോമൺ ആയിട്ടുണ്ട് അല്ലേ. 5 ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? 2 ഉണ്ട്, അതിൻ്റെ ഓരോത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ 3ഉം ഉണ്ട്. അപ്പോൾ നമുക്ക് LCM എന്താ കിട്ടിയ ഈ നമ്പേഴ്സിൻ്റെ? 5 മൾട്ടിപ്ലൈഡ് ബൈ 2 മൾട്ടിപ്ലൈഡ് ബൈ 3. അതിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പവർ ഇവിടെ ഇപ്പോൾ എന്താ ഗ്രേറ്റസ്റ്റ് പവർ ആയിട്ട് വരുന്നത്? 5 സ്ക്വയർ ഉണ്ട്. ഇവിടെ ആണെങ്കിലോ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. സോ ഗ്രേറ്റസ്റ്റ് പവർ ഏതാ? 5 സ്ക്വയർ, 2 സ്ക്വയർ ആൻഡ് 3 സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ LCM എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്ത് പറയാം എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് LCM. ഇപ്പോൾ LCM എന്ന് പറയുന്നത് will be the product of the highest power of all the prime numbers present. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തില്ലേ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന്. എല്ലാ നമ്പേഴ്സ് ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് പ്രസന്റ് ആണോ അതിൻ്റെയൊക്കെ ഹയസ്റ്റ് പവർ അതായിരിക്കും LCM എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ എന്താ വരുന്നത്? 5 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെ ഹയസ്റ്റ് പവർ ഏതാ? 5 സ്ക്വയർ, പിന്നെ 2 സ്ക്വയർ, പിന്നെ 3 സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ LCM. ഏതൊരു നമ്പറിൻ്റെയും എല്ലാ പ്രസൻ്റ് ആയിരിക്കുന്ന എല്ലാ പ്രൈം നമ്പേഴ്സിനെ എടുക്കുക. പ്രസൻ്റ് ആയിരിക്കുന്ന എല്ലാ പ്രൈം നമ്പേഴ്സ് 5 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ ഹയസ്റ്റ് പവർ. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ എന്താ? LCM product of highest power of all prime factors present. ഉള്ള എല്ലാ പ്രൈം ഫാക്ടറിനെയും നുള്ളി പറക്കി എഴുതി വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കിയാൽ മാത്രം മതി. ഇനി അപ്പോൾ HCF ഏതായിരിക്കും? ഇതിപ്പോൾ എല്ലാ ഹയസ്റ്റ് പവർ ഉള്ള എല്ലാ പ്രൈം നമ്പേഴ്സിൻ്റെയും ഹയസ്റ്റ് പവറാണ് എടുത്തത്. സോ HCF എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലേ ആവശ്യം. സോ അതിൽ തന്നെ നമുക്ക് പറയാം ദി ലോവസ്റ്റ് പവർ. HCF എന്ന് പറയുമ്പോൾ എപ്പോഴും രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനാണ് പറയുന്നത്. ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ആ രണ്ടാമത്തെ നമ്പർ ആ ആദ്യത്തെ നമ്പറിനെക്കാട്ടിയും ചെറുതായിരിക്കണം അല്ലേ. ഒരു 50 എന്ന നമ്പറിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണ്? 5 എന്ന നമ്പർ ആ നമ്പറിനെക്കാട്ടിയും ചെറുതായതുകൊണ്ടാണ് അല്ലേ, പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഇവിടെ HCF നമുക്ക് എന്ത് പറയാൻ പറ്റും? HCF എന്ന് പറയുന്നത് it is the highest power of all the common prime numbers which are present. കോമൺ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല. കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ലെങ്കിൽ നമ്മൾ എന്തെടുക്കും? HCF എന്ന് പറയുന്നത് 1 എന്നെടുക്കും. അത് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തത്. എന്നിട്ട് നേരത്തെ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇവിടെ 2 ഉണ്ടായിരുന്നെങ്കിൽ എന്ത് HCF ആയിട്ട് വരുമായിരുന്നു? രണ്ടിലും കോമൺ ഒരു 2 ഉണ്ട്. 2ൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാ?
ഇവിടെയും 2 ഉണ്ട്, ഇവിടെ 2 സ്ക്വയർ ആണുള്ളത് അല്ലേ. അപ്പോൾ HCF എന്ന് പറയുമ്പോൾ സ്മോളസ്റ്റ് പവർ ആണ് എടുക്കുന്നത്. സ്മോളസ്റ്റ് പവർ ഇവിടെ വരുമ്പോൾ ഇവിടെ 2 ആണുള്ളത്, ഇവിടെ 2 സ്ക്വയർ ഉണ്ട്. സോ അതിന്റെ രണ്ടിലും ഏറ്റവും സ്മോൾ ഏതായിരുന്നേനെ? 2 ആയിരുന്നേനെ. സോ നമ്മൾ HCF അവിടെ 2 എന്ന് എടുത്തേനെ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു പവറും ഇല്ലാത്തതുകൊണ്ട് HCF നമുക്ക് 1 എന്ന് എടുക്കാം. ഇതാണ് HCF എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പവർ ആയിരിക്കും. LCM എന്ന് പറയുന്നത് പ്രസന്റ് ആയിരിക്കുന്ന എല്ലാ പ്രൈം നമ്പേഴ്സിന്റെയും ഹയസ്റ്റ് പവർ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ നോട്ടിൽ HCF is the product of common highest power അല്ലേ, അല്ല ലോവസ്റ്റ് പവർ. കൊള്ളാം, ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ. ലോവസ്റ്റ് പവർ ഓഫ് ഓൾ പ്രൈം ഓഫ് the common prime numbers present. Prime factors. HCF കിട്ടി, LCM കിട്ടി. എങ്ങനെയാണ് അപ്പോൾ മനസ്സിലായോ എന്താണ് HCF, എന്താണ് LCM, അത് എങ്ങനെ ഈ ഒരു മെത്തേഡിൽ നിന്ന് കണ്ടുപിടിക്കാമെന്ന്. LCM എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഹയസ്റ്റ് പവർ ഓഫ് ഓൾ പ്രൈം ഫാക്ടേഴ്സ് പ്രസന്റ്. ഉള്ള എല്ലാ പ്രൈം ഫാക്ടറിനെയും നുള്ളി പറക്കി എടുത്തിട്ട് അതിൻ്റെയൊക്കെ ഹയസ്റ്റ് പവർ ഏതാണ് ഹയസ്റ്റ് പവർ പ്രസന്റ് എന്നുള്ളത് നോക്കി അതിൻ്റെ LCMന്റെ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. HCF ആണെങ്കിലോ കോമൺ ആയിട്ടുള്ള കോമൺ പ്രൈം ഫാക്ടേഴ്സിന്റെ ലോവസ്റ്റ് പവർ ഏതാണോ അത് നുള്ളി പറക്കിയെടുത്ത് അവിടെ അങ്ങ് എഴുതാം. ഓക്കെ, അതാണ് HCFും മറ്റേത് LCM. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം കൂടി നമുക്ക് നോക്കാം. എന്താണ്? നമുക്ക് വേറൊരു ചെറിയ നമ്പർ എടുത്തൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 12 എടുത്തു, പിന്നെ 15 എടുത്തു. 12ന്റെ പ്രൈം ഫാക്ടേഴ്സ് അപ്പോൾ എന്തായിട്ട് വരും? 2 മൾട്ടിപ്ലൈഡ് ബൈ 6 ആണ് 12. സോ അതിനെ 2 മൾട്ടിപ്ലൈഡ് ബൈ 2 മൾട്ടിപ്ലൈഡ് ബൈ 3 എന്ന് നമുക്ക് എഴുതാം. 15 ആണെങ്കിലോ 3 മൾട്ടിപ്ലൈഡ് ബൈ 5 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് LCM എന്തായിരിക്കും, HCF എന്തായിരിക്കും എന്ന്. ഇതിപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 എന്ന് എടുക്കാം അല്ലേ. HCF നമ്മൾ എന്താ പറഞ്ഞ മക്കളെ? കോമൺ ആയിട്ടുള്ള പ്രൈം ഫാക്ടേഴ്സിലുള്ള ഏറ്റവും ഹയസ്റ്റ് പവർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ കോമൺ ആയിട്ടുള്ളതാ? 3 ഉണ്ട്, രണ്ടിനും കോമൺ ആയിട്ട് 3 ഇവിടെയുണ്ട്, 3 ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം. എന്താണ് അതിൻ്റെ ഹയസ്റ്റ് പവർ ഏതാ? ഇവിടെയും 3/1, ഇവിടെയും 3/1. സോ 3/1 തന്നെയാണ്, അഥവാ 3 തന്നെയാണ് ഹയസ്റ്റ് പവർ പ്രസന്റ് കോമൺ ആയിട്ടുള്ളത്. LCM എല്ലാത്തിനെയും നുള്ളിപ്പറക്കി എഴുതുക. എല്ലാ പ്രൈം ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടുത്തെ 3 ഓൾറെഡി എഴുതിയിട്ടുണ്ട്, പിന്നെ 5. ഇതിൻ്റെയൊക്കെ ഹയസ്റ്റ് പവർ 2ന്റെ ഹയസ്റ്റ് പവർ 2 സ്ക്വയർ ആണ്. 3ന്റെ ഹയസ്റ്റ് പവർ 3/1 തന്നെയാണ്, 5ഉം 5/1 തന്നെയാണ്. സോ ഇതാണ് ഇവിടുത്തെ LCM. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. എന്താണ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, 3 times 5 എന്ന് പറയുമ്പോൾ 15. 15 ഇൻറ്റു 4 എത്രയാണ് മക്കളെ? 20 വരും. 4, 5, 6, 60 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് HCM കിട്ടി, LCM കിട്ടി. നമുക്ക് ഈ രണ്ട് നമ്പേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ. 15ഉം 12ഉം 5 times 2 10 എന്ന് കിട്ടും. 2 1s 3, പിന്നെ 5 1 0 8 1 180 എന്ന് കിട്ടി. ഈ HCMും LCFും ചുമ്മാ ഒന്ന് മൾട്ടിപ്ലൈ നോക്കിയാലോ. HCF 60, LCM 60, HCF 3. 3 times 0 0, 6 times 3 8, 180. എന്തെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, കാരണം രണ്ട് സിമിലർ ആണ് അല്ലേ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് എടുത്ത് എഴുതാം. എന്താണ്? For any two numbers A and B, അതിൻ്റെ HCFും LCMും കണ്ടുപിടിച്ചാൽ for any two numbers A and B, the product of A and B will be equal to the product of
the HCF of A and B and LCM of A and B. നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പലപ്പോഴും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. നിങ്ങൾക്ക് HCF അറിയാം, രണ്ട് നമ്പേഴ്സ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് LCM കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് രണ്ട് നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ആപ്ലിക്കബിൾ. ലൈക്ക് മൂന്ന് നമ്പേഴ്സിൻ്റെ, ഇപ്പോൾ ഒരു ABC എന്ന മൂന്ന് നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു ഫോമുല വെച്ച് LCM കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓർക്കണം, വെറും രണ്ട് നമ്പേഴ്സ് A and B ന് മാത്രമാണ് ഈ ഒരു സംഭവം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. നമ്മുടെ ഓൾറെഡി സോൾവ് ചെയ്തൊരു എക്സാമ്പിൾ ഉണ്ട്, ലൈക്ക് 4n. അതിൻ്റെ ഏതെങ്കിലും n-ന് എന്തെങ്കിലും പവർ ഇട്ട് കൊടുത്താൽ നമുക്ക് 0 വെച്ച് എൻഡ് ചെയ്യുന്ന നമ്പർ കിട്ടുമെന്ന്. അതേപോലെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എക്സസൈസസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 6n എന്ന നമ്പർ എവിടെയെങ്കിലും n-ന് നിങ്ങൾ എന്ത് വാല്യൂ വേണമെങ്കിലും ഇട്ട് കൊടുത്തോ, ഇന്നലെ നമ്മൾ കുറേ നമ്പറൊക്കെ പറഞ്ഞു പഠിച്ചില്ലേ, ഏത് വാല്യൂ ആണെങ്കിലും ഇട്ട് കൊടുത്തോ, എപ്പോഴെങ്കിലും നമുക്ക് 0 വെച്ച് എൻഡ് ചെയ്യുന്നൊരു നമ്പർ കിട്ടുമോ? നിങ്ങൾ ചെയ്യാനുള്ളത് ഇത്ര മാത്രമാണ്. 6ൻ്റെ ഈ n എന്ന് പറഞ്ഞ നമ്പർ ഇതാ മറച്ചു വെച്ചിട്ടുണ്ട്. 6ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്തൊക്കെയാ? 2 and 3. അപ്പോൾ 2 and 3 raised to n എന്നങ്ങ് എഴുതി. n എന്ന് ജസ്റ്റ് അങ്ങ് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ അതാ ഞാനത് നോക്കുന്നു പോലുമില്ല. 2 multiplied by 3 അത്രേ ഉള്ളൂ. ഒരു നമ്പർ, ഒരു ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ആണ്. ഒരു നമ്പറിൻ്റെ അവസാനം 0 വരണമെങ്കിൽ ആ നമ്പർ 10 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഏതോ ഒരു നമ്പറിനെ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ആ 0 കിട്ടിയത്. ഈ 10 എന്ന് പറയുന്ന നമ്പർ എന്താ? 5 times 2 അല്ലേ? 2 എന്ന് പറയുന്ന നമ്പർ ഏതൊരു മെജോറിറ്റി ഓഫ് ഈവൻ നമ്പേഴ്സിൽ എന്തായാലും ഒരു 2 എന്നൊരു നമ്പർ കാണുവേ. അതിൻ്റെ കൂടെ 5 എന്നൊരു നമ്പറും കൂടെ വന്നാലോ, 5ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്ത് എവിടെ വന്നാലും അതൊരു 10 ആവും. അതായത് 0 വെച്ച് അവസാനിക്കുന്ന ഒരു നമ്പറായിട്ട് കിട്ടും. ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ നിങ്ങൾ എഴുതി വെച്ചോ. 5ഉം 2ഉം ഒരുമിച്ച് വന്നാൽ നമുക്കൊരു 0 കിട്ടും. ആ നമ്പർ 0 വെച്ച് അവസാനിക്കും. ഇവിടെ 5ഉം 2ഉം ഉണ്ടോ? 2 ഉണ്ട്. അത് ഏത് ഈവൻ നമ്പറിലാണെങ്കിലും ഉണ്ട്. നിങ്ങൾ സോൾവ് ചെയ്ത എക്സാമിലും 4n എന്നാണ് കിടക്കുന്നത്. 2 times 2 ആണ്. 2 ഉണ്ട്. പക്ഷെ 5 ഉണ്ടോ? ഇവിടെ 5 ഉണ്ടോ? ഇവിടെയും 5 ഇല്ല. അപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും we will never get an answer for 6 raised to n for any number, any value that you put into n. എന്തൊക്കെ ഇട്ടാലും നമുക്ക് 0 കിട്ടത്തില്ല. ഓക്കെ, ഈ രീതിയിലാണ് ഈ ഒരു സംഭവം. ഇപ്പോൾ അത് പ്രൈം ഫാക്ടേഴ്സിനായിട്ട് നമുക്ക് എടുത്ത് 6 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അതിന് യുണീക്ക് ആയിട്ട് ഇങ്ങനെ 2 times 3 എന്നൊക്കെ എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായോണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് ശേഷമുള്ള പോയിന്റ്സ് ആണ്. എന്താണ്? ഡെസിമൽ എക്സ്പാൻഷൻ എന്നൊരു ടോപ്പിക്കാണ്. അതിലോട്ട് നമുക്ക് ഇപ്പം ചാടി കയറണ്ട. നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെയല്ലേ ഇന്നലത്തെ സെഷന് ചെയ്തത്, അതേപോലെ തന്നെ ബ്രേക്ക് എടുത്ത് റിലാക്സ് ആയി ഒന്ന് ബ്രീത്തൊക്കെ ചെയ്ത് പോയി കറങ്ങി ചായയൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ച് സംസാരമൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാം. നോട്ടൊക്കെ എഴുതി വെച്ച് കാണുമല്ലോ അല്ലേ? ഒന്ന് സമയം കിട്ടുമ്പോൾ വായിക്കാം, റിലാക്സ് ചെയ്തിട്ടൊന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരെയും കാണാം, ഉടനെ കാണാം. ഒരു 5 മിനിറ്റ് ഓടിപ്പോയി പെട്ടെന്ന് വാ. ഹാവ് എ ഗ്രേറ്റ് ഡേ, ഹാവ് എ ഗ്രേറ്റ് ടൈം അഹെഡ്. ഓക്കെ, താങ്ക് യു.